الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാവരും ഒരുപോലെ ബാധ്യതപ്പെട്ടവരാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നമ്മുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയാകേണ്ടതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ഖുതുബയിൽ നാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ പാകപ്പെട്ട മനസ്സ് അതിന് തയ്യാറാകുന്നുണ്ടാകും, അല്ലെങ്കിൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ഓർക്കേണ്ടതും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും. പ്രത്യേകിച്ച് ബന്ധങ്ങളെ നന്നാക്കുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അക്കാര്യം സൂചിപ്പിച്ചതൊക്കെ ഓർമ്മയിലുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ ഈ ഒരു ഖുതുബയിൽ ശ്രദ്ധയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പുരോഗതി, അതിൻ്റെ വികസനം, അത് മനുഷ്യന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ പരിശോധിക്കുകയും പഠിക്കുകയുമാണെങ്കിൽ ഏതൊരാൾക്കും ഏതൊരു സമൂഹത്തിനും ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ചരിത്രം പറയാനുണ്ടാകും. ആ വിപ്ലവങ്ങളിലൂടെയാണ് മനുഷ്യന് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ നമ്മുടെ മാനവ ചരിത്രത്തിൻ്റെ തന്നെ മുമ്പിലുണ്ടാകും. ആധുനികമായ നാഗരികതകളുടെ രൂപ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആധുനിക നാഗരികതയുടെ വികാസങ്ങൾ ഉണ്ടായത്. നാഗരികത എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ പുരോഗതിയെക്കുറിച്ചുള്ള സംസാരമാണല്ലോ. അതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരുപാട് വിപ്ലവങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
ഇപ്പോ ക്രിസ്തുവർഷം 1700 മുതൽ 1900 വരെയുള്ള കാലത്തിനിടയിൽ മാത്രം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു കാലപരിധിയിലാണ് മനുഷ്യന്റെ നാഗരികതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുള്ളത്. അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ പുരോഗതികളെ നമ്മളൊന്ന് പരിശോധിക്കുക. ഉദാഹരണമായിട്ട് 1775 മുതൽ 1783 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അമേരിക്കൻ വിപ്ലവം, ഇതൊരു വലിയ കാര്യം പറയുന്നതിൽ നിൽക്കൊന്നുമല്ല. അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അമേരിക്ക ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടന്റെ അധീശാധിപത്യത്തിലും അതേപോലെ തന്നെ ബ്രിട്ടൻ അമേരിക്കൻ സാമ്രാജ്യത്തെ, അമേരിക്കൻ രാജ്യത്തെ, അമേരിക്കൻ ഐക്യനാടുകളെ ഒരുപോലെ അടക്കി ഭരിച്ച ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ബ്രിട്ടൻ. അങ്ങനെ ബ്രിട്ടന്റെ അടുക്കൽ നിന്ന്, ബ്രിട്ടന്റെ സാമ്രാജ്യത്വത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണം എന്നുള്ള നിലക്ക് അമേരിക്കയിൽ സ്വാതന്ത്ര്യത്തോടുള്ള അഭിവാജ്ഞ അത് വല്ലാതെ വർദ്ധിച്ചു വരുന്നു. അതിന്റെ പേരിൽ അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ബ്രിട്ടനെതിരെയുള്ള, ബ്രിട്ടന്റെ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള വലിയ സമരങ്ങളുടെയൊക്കെ ഒരു വലിയ ചരിത്രമുണ്ട് ഇവിടെ. അങ്ങനെ ആ ഒരു സമരചരിത്രത്തിന്റെ ബാക്കി പത്രമെന്നോണം, ആ ഒരു സമരത്തിന്റെ ബാക്കി പത്രമെന്നോണം നമ്മുടെ രാജ്യം ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായതുപോലെ അമേരിക്കയും ഒരു സ്വതന്ത്ര രാജ്യമായിക്കൊണ്ട് മാറുകയും റിപ്പബ്ലിക്കായിക്കൊണ്ട് മാറുകയും ഏറ്റവും ആദ്യത്തെ ഒരു ഭരണഘടന, സ്വതന്ത്രമായ ഭരണഘടന അമേരിക്കയിൽ നിലവിൽ വരികയും ചെയ്തിട്ടുള്ള ഒരു വിപ്ലവത്തിന്റെ വലിയ ചരിത്രം. പക്ഷെ പറഞ്ഞു വരുന്നത് ആ ഒരു വിപ്ലവത്തെക്കുറിച്ച് അതിന്റെ വലിയൊരു കാര്യം പറയാനൊന്നുമല്ല, മറിച്ച് അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടായിട്ടുള്ള അമേരിക്ക ആ വിപ്ലവത്തിന് ശേഷം, ആ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൗതികമായി കൊണ്ട് ഒരുപാട് പുരോഗതിപ്പെട്ടു എന്നുള്ളത് നേരാണ്. പക്ഷേ ആ ഭൗതിക പുരോഗതികളൊക്കെ അവർക്കുണ്ടായപ്പോഴും ആ നാട്ടിൽ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിന്റെ, ആധുനികമായ അടിമത്തത്തിന്റെ ഒരുപാട് രൂപങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ താഴ്ന്ന വിഭാഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് കറുത്ത വർഗക്കാരെ കാണുന്നു. ആ കറുത്ത വർഗക്കാർക്ക് വേണ്ടത്ര രീതിയിൽ സ്വാതന്ത്ര്യം ഇപ്പോഴും കിട്ടുന്നില്ല. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഒരുപാടാണ്. അതേക്കുറിച്ചുള്ള വാർത്തകൾ ധാരാളമായിക്കൊണ്ട് നമ്മൾ പലപ്പോഴായിക്കൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ കേൾക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ വർണ്ണ വൈജാത്യങ്ങളുടെ പേരിൽ ഒരുപാട് അന്തരങ്ങൾ ആ നാട്ടിൽ ഇപ്പോഴും വൈരങ്ങൾ, ശത്രുതകൾ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അത് പിന്നീട് വർദ്ധിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ വിപ്ലവത്തിന് ശേഷം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇതേപോലെ തന്നെ നടന്നിട്ടുള്ള മറ്റൊരു വിപ്ലവം 1789 മുതൽ 1799 കാലഘട്ടങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അമേരിക്കയിൽ അത് സാമ്രാജ്യത്വത്തിന് നേരെ ഉണ്ടായ ഒരു വിപ്ലവമായിരുന്നുവെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ആ നാട്ടിൽ തന്നെയുള്ള ഭരണകൂടത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു സമര പോരാട്ടമായിരുന്നു അവിടെ രൂപപ്പെട്ടു വന്നത്. ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ച് ഭരണം നടത്തിയിരുന്ന ഭരണകൂടത്തിനെതിരെ അവർക്ക് സ്വാതന്ത്ര്യം വേണം, നീതി വേണം എന്നുള്ള നിലക്കുള്ള ഒരു പോരാട്ടം. അവിടെ 3 തട്ടുകളായിക്കൊണ്ട് പ്രധാനമായും ജനങ്ങളെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പുരോഹിത വർഗമുണ്ട്. ആ പുരോഹിത വർഗത്തിന് നികുതി കൊടുക്കേണ്ടതില്ല. അവർക്കിങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഭരണകൂടത്തിന്റെ, രാജഭരണത്തിന്റെ ഓശാന പാടുന്ന ഒരു വർഗമായി അങ്ങനെ സാധാരണക്കാരെ, ഈ ഭരണകൂടമെങ്ങാനും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും സാധാരണക്കാർ അത് ഭരണകൂടത്തിന്റെ അടുക്കൽ നിന്നുണ്ടാകുന്ന ഓശാരമായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു നീതി ആയിക്കൊണ്ട് കാണണം എന്നുള്ള നിലക്ക് അനീതിക്കെതിരെ ശബ്ദിക്കാൻ പോലും പറ്റാത്ത വണ്ണം സാധാരണക്കാർ അങ്ങനെ കഴിഞ്ഞുകൂടി. അതേപോലെ തന്നെ രണ്ടാമത്തെ തട്ട് എന്നുള്ള കുലീന വർഗക്കാരുണ്ടായി. കുലീന വർഗക്കാർക്കാകട്ടെ നിയമങ്ങളൊന്നും ഒരു നിയമമേ അല്ല, നിയമങ്ങൾ ഒരു ബാധകമല്ല എന്നുള്ള നിലക്ക് അവർ കഴിഞ്ഞുകൂടിയ ഒരു ഭരണകൂടമായിരുന്നു അത്. അതേപോലെ സാധാരണ ജനങ്ങൾ, അവർക്കാണ് എല്ലാ ബാധ്യതയും. അക്കൂട്ടത്തിൽ കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, സാധാരണക്കാരായ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. രാജ്യത്തിന് നികുതി കൊടുക്കേണ്ടത് മുഴുവനും ഈ സാധാരണക്കാരാണ് എന്നുള്ള നിലക്ക് ആ വിഭാഗം, ആ ഒരു ജനക്കൂട്ടം, ഒരു ജനവിഭാഗം അങ്ങനെ ഒരു ഭരണത്തിന്റെ ഇടയിൽ വല്ലാതെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നിടത്താണ് ഫ്രഞ്ച് വിപ്ലവം രൂപപ്പെട്ടു വരുന്നതും. അങ്ങനെ രാജാധിപത്യത്തിന്റെ കീഴിലുള്ള പീഡനങ്ങൾ അവസാനിച്ചു. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു വിപ്ലവം രൂപപ്പെട്ടു വന്നപ്പോഴും ആ നാട്ടിൽ മതവിരോധം വർദ്ധിക്കുകയാണ് ചെയ്തത്.
മതവിരോധം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ പേരിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ, രാജഭരണം അവസാനിച്ചു എന്നല്ലാത്ത വേറെ ഒരു നേട്ടവും ഇല്ലാത്തവണ്ണം ആ രാജ്യത്ത് അധാർമികതകൾ പെരുകി, മതത്തിന്റെ പേരിലുള്ള വൈരങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതും ചരിത്രമാണ്. നമ്മൾക്ക് ഇന്നും വായിക്കാൻ കിട്ടുന്ന ഒരുപാട് ചരിത്ര പുസ്തകങ്ങളൊക്കെ ഈ വിഷയത്തിലുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇതേപോലത്തെ 1917 കാലഘട്ടത്തിലുണ്ടായ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴോ ഇതൊക്കെ ഒരു വലിയ കാര്യം പറയുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വിഷയത്തെ കൊണ്ടുവരാനാണ് നമ്മൾ ഇവയൊക്കെ ഒന്ന് ഓടിച്ച് പരിശോധിച്ചു പോകുന്നത്. അന്ന് ഈ റഷ്യൻ വിപ്ലവം അന്ന് തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി കൊണ്ടുള്ള, ഭൂമി കർഷകർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള നിലക്ക് വലിയ സ്വപ്നങ്ങൾ അന്നുള്ള ആളുകൾക്ക്, ഇന്ന് പിൽക്കാലഘട്ടം നമ്മുടെ നാട്ടിലൊക്കെ കേട്ടതുപോലെ കമ്മ്യൂണിസത്തിന് നേരെയുള്ള, കമ്മ്യൂണിസം എന്നുള്ള ഒരു പിന്നെ ഈ ഭരണകൂടത്തിന്റെ ഒരു പാർട്ടി നിലക്ക് മാത്രമല്ല, ഒരു ആശയം എന്നുള്ള കമ്മ്യൂണിസത്തെ ആ നിലക്ക് പ്രതിദാനം ചെയ്യേണ്ട, അല്ലാത്ത നിലക്ക് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, ഭൂമി കർഷകർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള നിലക്ക് ഒരു വിപ്ലവം അല്ലാത്ത നിലക്ക് പൊട്ടിപ്പുറപ്പെട്ടു വന്നു. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നുള്ള ഒരുപാട് വലിയ സ്വപ്നങ്ങൾ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ, കർഷകരുടെ മനസ്സിലേക്ക് കെട്ടുകൊടുത്ത് അതുപോലെയുള്ള സ്വപ്നങ്ങളിൽ മനുഷ്യന്മാരിങ്ങനെ വളർന്നു വന്നു. അവർക്ക് എന്തൊക്കെയോ വലിയ സ്വാതന്ത്ര്യം ഈ രംഗത്ത് കിട്ടാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ചിന്തകളുണ്ടായി. ഈ തൊഴിലാളി വർഗത്തെ അവരെ പിന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വലിയ വിപ്ലവമാണ് എന്നുള്ള നിലക്കൊക്കെ ഒരുപാട് പ്രചാരണങ്ങൾ ഉണ്ടായി. എങ്കിലും ഭൂമി കർഷകർക്ക് വിട്ടുകൊടുക്കും എന്നുള്ള പ്രചാരം ഉണ്ടായി എങ്കിലും ഒരു അടിമത്വത്തിൽ നിന്ന് മറ്റൊരു അടിമത്വത്തിലേക്ക് കാര്യം മാറി എന്നതല്ലാതെ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായില്ല. ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായത്, മതത്തിന് നേരെയുള്ള വിരോധം പൊട്ടിപ്പുറപ്പെട്ടു വന്നു, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളില്ലാതെയായി വന്നു, ഒരു ആധിപത്യം മാറി പുതിയ ഒരു ആധിപത്യം നിലവിൽ വന്നു എന്നതല്ലാത്ത നിലക്ക് ഭയപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ വിപ്ലവത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇതേപോലെ നിങ്ങൾ നോക്കൂ, വ്യാവസായിക വിപ്ലവം ലോകത്ത് മുഴുവൻ ഉണ്ടായി. വ്യാവസായിക വിപ്ലവം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? ഇവിടെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് പുരോഗതി ഉണ്ടായി, നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളത് നേരാണ്. പക്ഷേ തൊഴിലാളികൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചില്ലേ? സമ്പത്ത് മുഴുവനും കോർപ്പറേറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന രീതിയിൽ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം കോർപ്പറേറ്റുകളുടെ, വലിയ ഭീകര മുതലാളികളുടെ കയ്യിൽ മാത്രം കുമിഞ്ഞുകൂടുന്ന തരത്തിലേക്ക് ലോകത്തിന്റെ വ്യവസ്ഥിതി മാറുകയും ചെയ്തു. ഇതൊക്കെയാണ് മുൻ കാലഘട്ടങ്ങളിൽ, അഥവാ കേവലം ഒരു 3 നൂറ്റാണ്ടുകൾക്കപ്പുറം ഉള്ള ഒരു കാലപരിധിയിൽ 970 മുതൽ 900 വരെയുള്ള 700-900 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവത്തിന്റെയൊക്കെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായ കാലഘട്ടമാണത്. അന്നൊക്കെ ഉണ്ടായിട്ടുള്ള വിപ്ലവത്തിന്റെ പ്രധാനമായിട്ടുള്ള ചില നേട്ടങ്ങൾ എന്ന് പറയാവുന്നത് എന്താണ് എന്നും, എന്നാൽ നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളാണ് മനുഷ്യന്മാർക്ക് ഉണ്ടായത് എന്നതിന്റെയുമായ വലിയ ഒരു ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഇത് പരിശോധിക്കണമെന്നറിയോ? നമ്മൾ ആലോചിക്കേണ്ടത് എന്നാൽ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്കപ്പുറം നമുക്ക് നൽകിയിട്ടുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള റബ്ബിന്റെ സംസാരമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള വിപ്ലവം എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ആലോചിച്ച് നോക്കൂ, എത്ര വലിയ വിപ്ലവമാണ്, മാറ്റങ്ങളാണ്, പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റെല്ലാ വിപ്ലവങ്ങളും ഏതെങ്കിലും ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം ഊന്നി, ഒന്നുകിൽ ഭരണകൂടത്തിന് നേരെ, അല്ലെങ്കിൽ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് നേരെ, അതല്ലെങ്കിൽ രാജാധിപത്യത്തിന് നേരെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഊന്നി പ്രവർത്തിച്ചപ്പോൾ ആ ഭാഗത്ത് മാറ്റമുണ്ടായി. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് മറ്റ് വിപ്ലവങ്ങളുടെയൊക്കെ ഭൗതിക ശാസ്ത്രത്തിന്റെ പേരിൽ, ഭൗതികതയുടെ പേരിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള വിപ്ലവങ്ങളുടെ മുഴുവനും അവസ്ഥകൾ ഇതാണ് എന്നർത്ഥം. പക്ഷേ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച പരിവർത്തനത്തിന്റെ ഒരു പാത എന്താണ്? ആ പരിവർത്തനത്തിന്റെ രീതി എന്താണ്? നമ്മൾ ആലോചിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ ആ ഒരു ബോധ്യത്തോടു കൂടി മനുഷ്യന്റെ മനസ്സുകളിലേക്ക് ഖുർആനിനെ പ്രസരിപ്പിക്കാനും ഖുർആൻ സ്വാധീനിക്കാവുന്ന തരത്തിലേക്ക് ആ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, ഖുർആന്റെ തിലാവത്ത് ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം. ഓതി കേൾപ്പിച്ച ആയത്ത് ആ വിഷയത്തിലേക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ കൊണ്ടുപോകുന്നത്
എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനെ കുറിച്ച് പറയുന്നത് ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും, നിരക്ഷരരായ കുറെ ആളുകൾ, അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ, റസൂലിനെ അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു എന്ന് പറയുകയും എന്നിട്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതക്കിടയിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറയുന്നു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ ജനതയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചപ്പോൾ അവരിലേക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ, അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവെ കുറിച്ച് മനസ്സിലാക്കാൻ തക്കതായ എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിവർത്തിപ്പിക്കുകയാണ്, പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് അവരെ പരിശീലിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അവർ ഹിക്മത്തുള്ളവരായി, ഹിക്മത്ത് പഠിച്ചവരായി കൊണ്ട് അവർ വളർന്നു വരികയാണ്. അവരാകട്ടെ ഇതേക്കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ലാതെ ജീവിക്കുന്നിടത്ത് നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയത് എന്ന് അക്കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുകയും എന്നിട്ട് നമ്മളെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം. ഈ മാർഗത്തോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ പിൽക്കാലക്കാരായ ആളുകൾക്കിടയിലും ഈ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടങ്ങുന്ന ഇനി വരാനിരിക്കുന്ന ഈ മാർഗത്തെ, അല്ലാഹുവിന്റെ കിതാബിനെ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് മാറ്റത്തെ സ്വീകരിക്കാനും സന്നദ്ധരാകുന്ന ഏതൊരാളുകളുടെയും മനസ്സിന്റെ പരിവർത്തനത്തെയും അവർക്കുണ്ടാകുന്ന ശക്തിയെയും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ ആയത്തുകൾ അള്ളാഹുവിന്റെ ഒരു ഫദ്ലാണ്. ദാലിക ഫദ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെച്ചുകൊണ്ട് പഠിക്കേണ്ടത്, ഇത് വെച്ചുകൊണ്ട് ഉൾക്കൊള്ളേണ്ടത്, ഇത് വെച്ചുകൊണ്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ മാസം ഇത് ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം വരികയാണ്. അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകം ഷഹറുല്ലാഹിൽ മുഹറമാണ്. എല്ലാ മാസങ്ങളും അള്ളാഹുവിന്റേതാണ്. നമ്മൾ റമദാനുൽ മുബാറക്, പരിശുദ്ധ ഖുർആനിന്റെ മാസം നമ്മളിലേക്ക് വരികയാണ്. നമ്മൾ വരുമ്പോൾ എന്തായാലും ഖുർആനികമായ ചിന്തകൾ എന്തായാലും ഉണ്ടാകും. ആ തരത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ടതിലേക്ക് നമ്മളിങ്ങനെ അടുത്തു വരികയും ഖുർആനിലേക്ക് അടുത്തു വരിക എന്നുള്ളത് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. റമദാനിൽ കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്തകളും ഉണ്ടാകണം. അതിനുവേണ്ട പ്രോഗ്രാം പദ്ധതികൾ ഖുർആൻ ഈ രീതിയിലായിരിക്കും ഈ റമദാനിൽ എന്റേത് എന്നുള്ള നിലക്ക്, ഖുർആനിന്റെ കാര്യത്തിൽ എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കുകയും നമ്മൾക്ക് ഈ മാറ്റം ഉൾക്കൊള്ളാൻ വിശ്വാസരംഗം മാറണം. വിശ്വാസരംഗം മാറിയപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ മാറ്റത്തിന്റെ വലുപ്പം എത്രയാണ്. അവരുടെ മനസ്സുകളിൽ എല്ലാ തരത്തിലുള്ള ഉച്ചനിജത്വങ്ങളില്ലാതെയായില്ലേ. ജനങ്ങളെ മുഴുവനും സമത്വത്തോടുകൂടി നോക്കിക്കാണുന്ന തരത്തിലേക്ക് കറുത്തവനെന്നോ വെളുത്തവനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ അറിവുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ എന്ന വ്യത്യാസമില്ലാതെ ഭരണാധികാരി, ഒരു മേൽത്തട്ടുകാരൻ, പ്രജ എന്നുള്ള നിലക്ക് താഴ്ത്തട്ടുകാരൻ എന്ന വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ. ആ രീതിയിൽ സുഖസുന്ദരമായ സമത്വസുന്ദരമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യത്തിൽ, ഭൗതികമായ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഷൂട്ട് ഔട്ട് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ അതിലേക്ക് മാത്രം ഊന്നിയിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് ആദ്യം മനുഷ്യന്റെ മനസ്സിനെ പരിവർത്തിപ്പിക്കുക എന്നുള്ള നിലക്ക് ഖുർആൻ പ്രവർത്തിച്ചു. ആ തരത്തിൽ ഖുർആന്റെ അധ്യാപനങ്ങൾ ഉണ്ടായി. അത് സ്വീകരിച്ചപ്പോൾ എന്തായാലും ആ സമൂഹം മാറി. ആ സമൂഹം മാറിയപ്പോഴോ മാതൃകായോഗ്യമായിട്ടുള്ള, ലോകത്തിന് മുഴുവനും മാതൃകയാക്കിക്കൊണ്ട് വെക്കാവുന്ന ഒരു സുന്ദരമായ സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരുന്നതിന്റെ കാഴ്ചയാണ് ഖുർആനിക സമൂഹത്തിലൂടെ, ഖുർആൻ പഠിച്ച സമൂഹത്തിൽ നിന്ന് നമ്മൾ കണ്ടത് എന്നുള്ളത് നമുക്ക് മുൻപിലുള്ള സത്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് റമദാനിനെ ഖുർആൻ നോക്കിക്കാണാനും റമദാനിൽ ഖുർആനുമായി കൊണ്ട ബന്ധത്തെ സജീവമാക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും മുൻപിലേക്ക് വെക്കാനുള്ളത്. അല്ലാഹുവേ, നീ കനിയണമേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ വിശ്വാസരംഗത്ത് മനുഷ്യ മനസ്സുകളിൽ വല്ലാത്ത ഈമാൻ ഉണ്ടാക്കുകയും ആ ഈമാൻ യഖീനുള്ള ഈമാനായപ്പോൾ അതിനനുസരിച്ച് അവരുടെ അറിവ് വർദ്ധിച്ചപ്പോൾ
ആ അറിവിന്റെ കൂടെ അവരുടെ ബോധവും ബോധ്യവും വളർന്നപ്പോൾ അവർക്കിടയിലുണ്ടായ മാറ്റത്തിന്റെ ഒരു വലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഇനിയും പറയേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അവർ ഖുർആൻ പഠിച്ചുകൊണ്ട് പഠിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തെ വലിയ സ്വാധീനമുണ്ടാക്കും എന്നൊരു തിരിച്ചറിവ്. അതാണ് ഖുത്ബയുടെ ആകത്തുക എന്ന് പറയുന്നത്. നോക്കൂ, അവർ ഖുർആൻ പഠിച്ചു. ഖുർആൻ പഠിച്ചപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഖുർആനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കേണ്ടതിനെ കുറിച്ചൊരു പ്രാർത്ഥനയും കൂടെ പഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ദീർഘമായി പാരായണം ചെയ്ത് നമസ്കാരം നിർവഹിച്ച് ആ നമസ്കാരത്തിലെ രാത്രി നമസ്കാരത്തിലെ സുജൂദുകളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന സ്വഹാബത്ത് പഠിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൈമൂനത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരങ്ങളിൽ സുജൂദുകളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പഠിച്ച് നമുക്കൊക്കെ വേണ്ടി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ ഖുർആൻ വരുത്തുന്ന മാറ്റം എത്ര വലുതായിരിക്കും എന്ന് ആ പ്രാർത്ഥനയുടെ സാരാംശം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതാണ് ഉൾക്കൊള്ളേണ്ടത്. അത് ഇത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പറഞ്ഞത്, പ്രാർത്ഥിച്ചത്, ആ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇജ്അൽ ഫീ ഖൽബി നൂറ, ഈ ഖുർആൻ മുഖേന എന്റെ കൽബിൽ നീ പ്രകാശമുണ്ടാക്കണമേ, കൽബിനെ പ്രകാശിപ്പിക്കണമേ. ഈ ഖുർആനിലൂടെ കൽബിൽ പ്രകാശം ഉണ്ടാക്കുക എന്താണ് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ കൽബിൽ കുമിഞ്ഞു കൂടുന്നുവോ അതൊക്കെയും കൽബിൽ നിന്ന് നീക്കിപ്പോക്കിയിട്ട് എന്തൊക്കെ നന്മകളാണോ ഉണ്ടാകേണ്ടത് വേണ്ടത് അവയെ നിറക്കുന്ന രീതിയിൽ കൽബിനെ പ്രകാശപൂരിതമാക്കണമേ എന്ന്. ഖുർആൻ പഠിക്കുന്നതിലൂടെ, ഖുർആൻ വായിക്കുന്നതിലൂടെ, അതിലേക്ക് നമ്മൾ അടുക്കുന്നതിലൂടെ നമ്മൾ അങ്ങനെ ആകണം എന്നുള്ളതാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടത്. അതാണ് അവിടെ ചോദിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണത്. പിന്നെയോ, പിന്നീട് ഇങ്ങനെ ഓരോന്നും വഫീ ലിസാനി നൂറ, എന്റെ നാവ്, ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ദീർഘിപ്പിക്കുന്നില്ല. ലിസാനി നൂറ അർത്ഥം പറഞ്ഞാൽ തന്നെ മതിയാകും. എന്റെ നാവിനെ പ്രകാശപൂരിതമാക്കണമേ. വഫീ ബസ്വരി നൂറ, എന്റെ കണ്ണുകളെ പ്രകാശപൂരിതമാക്കണമേ. വഫീ സംഇ നൂറ, എന്റെ കാഴ്ചകളിൽ എനിക്ക് പ്രകാശമുണ്ടാക്കി തരണമേ. കഴിഞ്ഞില്ല, പിന്നെ എന്ന് ഓരോന്നും പറയാണ്. ഞാൻ മുഴുവനും പ്രകാശത്തിൽ, അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ള പ്രകാശത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥതലങ്ങളിലേക്കാണ് പിന്നെ ഓരോ വാക്കുകളും പോകുന്നത്. വഅൻ യമീനി നൂറ, എന്റെ വലത് ഭാഗത്തിലൂടെ. വഅൻ യസാരി നൂറ, എന്റെ ഇടത് ഭാഗത്തിലൂടെ. വമിൻ ഫൗഖി നൂറ, എന്റെ മുകളിലൂടെ. വമിൻ തഹ്തി നൂറ, എന്റെ താഴ്ഭാഗത്തിലൂടെ എനിക്ക് പ്രകാശം ഉണ്ടാക്കണമേ. വമിൻ അമാമി നൂറ, എന്റെ മുന്നിലൂടെ എനിക്ക് പ്രകാശം നൽകണമേ. വമിൻ ഖൽഫി നൂറ, എന്റെ പിന്നിലൂടെ എനിക്ക് പ്രകാശം നൽകണമേ. വജ്അൽ ഫീ നഫ്സി നൂറ, എന്റെ നഫ്സ് മുഴുവനും നീ പ്രകാശപൂരിതമാക്കണമേ. വഅഅ്ലിം ലീ നൂറ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണത്. വഅഅ്ലിം ലീ നൂറ, എനിക്കെന്റെ പ്രകാശത്തെ ഏറ്റവും മഹത്തരമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വല്ലാത്ത ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഖുർആൻ പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന, ആ പ്രാർത്ഥന വെച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാനിരിക്കുന്ന ഒരു മാറ്റം, പരിവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല നാഥ ഞങ്ങളെ ആ പരിവർത്തനത്തിന് സജ്ജമാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിനൊരുക്കാൻ തക്കതായ തൗഫീഖും അനുഗ്രഹവും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബന ഗ്ഫിർ ലനാ ولوالدينا ربنا اغفر لنا ولوالدينا ربنا اغفر لنا ولوالدينا وارحمهما كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.